ഇന്ന് ഇവിടെ വലിയ സന്തോഷത്തിൻ്റെ ദിവസമാണ്. കാരണം ഞാൻ നിൽക്കുന്ന ഈ പാലം പലപ്പോഴും മഴക്കാലമാകുമ്പോൾ തന്നെ മുങ്ങിപ്പോകുന്ന അവസ്ഥയാണ്. ഇവിടെ പുതിയ പാലത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി OR കേളു നിർവഹിച്ചിരിക്കുകയാണ്. മിനിസ്റ്റർ വരുന്നുണ്ട്. ആളുകളൊക്കെ വലിയ നന്ദി പറയണം സർക്കാരിന്. കാരണം അത്രത്തോളം സന്തോഷത്തിലാണ് ഈ നാട്ടിലുള്ള ആളുകൾ. അതെ, എൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് തന്നെ ഈ പ്രദേശത്തെ വലിയ ഒരു ജനസജ്ജയമാണ് പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഈ പാലത്തിൻ്റെ പ്രാധാന്യം, അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ ഒരു ഓൾട്ടർനേറ്റീവ് പാലത്തിൻ്റെ ഒരു ആവശ്യകത എത്രത്തോളം ഉണ്ട് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ഞാനും മനസ്സിലാക്കിയത്തോളം എല്ലാ മഴക്കാലത്തും ഇത് കരകവിഞ്ഞ് ഒഴുകുന്നത് കൊണ്ട് ജനങ്ങളുടെ ഇരുഭാഗത്തുമുള്ള ജനങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഈ പാലം പൂർത്തിയാകുന്നതോട് കൂടിയിട്ട് ആ വിഷയങ്ങൾക്ക് പരിഹാരം കാണാനും ഈ വളരെ പ്രധാനപ്പെട്ട സമയങ്ങളിലൊക്കെ ജനങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാനൊക്കെ ഈ പാലം ഉപകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എത്രയും പെട്ടെന്ന് ഈ പാലം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് വർക്ക് ഏറ്റെടുത്തിട്ടുള്ള കൺസ്ട്രക്ഷൻ കോർപ്പറേഷനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതെ, MLA ഈ പാലം അനുവദിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ് നിരന്തരമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു MLA ആണ്. MLAൻ്റെ വലിയ ഒരു പ്രയത്നമാണ് ഈ സമയത്തെങ്കിലും നമുക്ക് പ്രവൃത്തി ആരംഭിക്കാൻ വേണ്ടി സാധിച്ചത്. വലിയ ഇനിഷ്യേറ്റീവ് തന്നെയാണ് നമ്മുടെ MLA എടുത്തിട്ടുള്ളത്. അത് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടി സാധിക്കില്ല. MLA എന്ന നിലയിൽ ഏറെ അഭിമാനത്തോടെയാണ് നിൽക്കുന്നു തോന്നുന്നു. ഇന്ന് അരയാഞ്ഞിലിമൺ നിവാസികൾക്ക് ഉത്സവമാണ്. അരയാഞ്ഞിലിമൺ, കുരുമ്പമ്പൂഴി രണ്ട് പ്രദേശങ്ങളിലും റാന്നി മണ്ഡലത്തിലെ രണ്ട് ആദിവാസി സങ്കേതങ്ങളിലും ഇന്ന് രണ്ട് പാലങ്ങൾ, ഇവിടെ 2.68 കോടി, അവിടെ 3.97 കോടി രൂപ, ഈ രണ്ടിടത്തും നടപ്പാലങ്ങളുടെ ശിലാസ്ഥാപനം ആദരണീയനായ മന്ത്രി ശ്രീ OR കേളു നിർവഹിക്കുകയാണ്. ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത 3 വശവും വനമാണ്. അതിൽ പുലിയുടെയും ആനയുടെയും സാന്നിധ്യമുള്ള ഘോരമായ വനം, മുന്നിൽ കൂടി പമ്പാ നദി. മഴക്കാലത്ത് ഈ പമ്പയിലെ ജലവിധാനം ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ ആളുകൾ ഒറ്റപ്പെട്ടു പോകും. അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന സമയത്ത് ഗർഭിണികൾ, രോഗികൾ, ഇവിടെ തൊഴിലെടുക്കാൻ പോകാത്ത മനുഷ്യർ, സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾ, അവിടെ എല്ലാ മഹാസങ്കടത്തിന് പരിഹാരം കാണാൻ വേണ്ടി നടത്തിയ നിരന്തരമായൊരു പരിശ്രമം. പക്ഷേ ഇത്രയും വെല്ലുവിളി നിറഞ്ഞൊരു പദ്ധതി ഉണ്ടായിട്ടില്ല. ഈ പദ്ധതി അന്ന് മന്ത്രിയായിരുന്ന ബഹുമാനായ പട്ടികവർഗ വകുപ്പ് മന്ത്രി ശ്രീ K. രാധാകൃഷ്ണൻ മുമ്പാകെയാണ് സമർപ്പിച്ചത്. അതിനുശേഷം പദ്ധതി അതിൻ്റെ സാങ്കേതികമായ കാര്യങ്ങളാൽ നീണ്ടുപോയി. ബഹുമാനായ ശ്രീ OR കേളു അവർ അദ്ദേഹം മന്ത്രിയായി ചുമതലയേറ്റെടുത്തതിന് ശേഷം വളരെ കൃത്യമായി ഫലപ്രദമായി ഇടപെടുകയും അദ്ദേഹം ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി വലിയ പരിശ്രമം നടത്തുകയും ചെയ്തു. ഈ പ്രദേശ ജനങ്ങൾ സംസ്ഥാന സർക്കാരിനോടും മന്ത്രിയോടുമുള്ള ഞങ്ങളുടെ കടപ്പാടും സ്നേഹവും അറിയിക്കുകയാണ്. കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനാണ് അരയാഞ്ഞിലിമൺ പാലത്തിൻ്റെ നിർമ്മാണ ചുമതല. കുരുമ്പൻമൂഴിയിൽ അത് സ്റ്റീൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് കേരള, രണ്ടും പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. സമയബന്ധിതമായി പൂർത്തിയാക്കി ഈ രണ്ട് പ്രദേശത്തെയും ഏറ്റവും പാവപ്പെട്ട ആദിവാസികൾ അടക്കമുള്ള ജനങ്ങളുടെ ചിരകാല സ്വപ്നം, ദീർഘകാലത്തെ കാത്തിരിപ്പിന്, ജനകീയ അഭിലാഷത്തിന് അത് പരിഹാരം കണ്ട് സഫലമാക്കാൻ കഴിയുന്നതിൽ അഭിമാനമുണ്ട്. അതിന് എല്ലാ പിന്തുണയും നൽകിയ സംസ്ഥാന സർക്കാരിനെയും ബഹുമാനായ മന്ത്രിയെയും MLA നിലയിൽ നാടിനു വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു, നന്ദി പറയുന്നു. തീർച്ചയായിട്ടും വളരെ സന്തോഷം, അഭിനന്ദനങ്ങൾ കൂടെ. വലിയ ഒരു സ്വപ്നമാണ് ഈ നാട്ടിൻ്റെ നടപ്പാകാൻ പോകുന്നത്. കാരണം അത്രത്തോളം വലിയ ദുരിതം ഇവർ അനുഭവിച്ചിരുന്നു. ഈ പാലമില്ലാത്തൊരു അവസ്ഥയെപ്പറ്റി നമുക്ക് ആളുകൾ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അവരോട് തന്നെ ചോദിക്കാം ഈ നാടിൻ്റെ ഒരു അവസ്ഥയെപ്പറ്റി. ചേട്ടാ, ഇന്ന് ഈ പാലത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളെ സംബന്ധിച്ചോളം എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? വലിയ സന്തോഷമുണ്ടോ? സന്തോഷം. റാന്നി MLAക്ക് സന്തോഷം. നമ്മുടെ അറിയാൻ മുഴുവൻ ജനങ്ങൾക്കും LDF ഗവൺമെന്റിന് അഭിനന്ദനങ്ങൾ. 100 സന്തോഷം. ജീവിതത്തിന്റെ ഇത് മാറിയില്ലേ, എല്ലാം കൊണ്ട് നല്ല സൗകര്യത്തിലേ വരുന്നത്. ഇവിടെ ഇതുപോലെ ഇതിനു മുമ്പ് ഇവിടെ വെള്ളം വന്നിട്ട് ഇവിടെ ദിവസങ്ങളോളം ഇവിടെ കിടന്നിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കയറാതെ. ഒരു ഗുളിക പോലും മേടിക്കാൻ പറ്റാതെ അവസ്ഥയെല്ലാം മാറും. ആ അവസ്ഥയ്ക്കൊക്കെ എല്ലാം മാറ്റം വരും. ഈ സന്തോഷമാണ് യഥാർത്ഥത്തിൽ സർക്കാരിനുള്ള ഏറ്റവും വലിയ അംഗീകാരവും അവാർഡും എന്ന് പറയാണ്ടിരിക്കുന്നത്. ക്യാമറമാൻ ബിബിൻ്റെ ഒപ്പം സുജുറ്റി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.